പോണു പുതിയ KSRTC. അങ്ങനെ നമ്മൾ പത്തനാപുരത്തെത്തി. ഞാൻ ഒറ്റയ്ക്ക് വന്നതാണ്. ഇന്ന് പള്ളിച്ചട്ടമ്പി റിലീസാണ്. ഫസ്റ്റ് ഷോ കാണാൻ വേണ്ടി ഇവിടെ എത്തി. ഇതാണ് പത്തനാപുരത്ത്. ഇതാണ് നമ്മുടെ കോംപ്ലക്സ് ആശീർവാദ്. അപ്പോൾ ആശീർവാദിലെത്തി. ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. രാവിലത്തെ ഫസ്റ്റ് ഷോയാണ്. നാട്ടിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് പടം കാണാൻ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. എനിക്ക് ഈ തിയേറ്റർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല തിയേറ്ററാണ് ആശീർവാദ്. അങ്ങനെ ഞാൻ സീറ്റ് പിടിച്ചു. ദുബായിൽ വെച്ച് നോക്കുമ്പോൾ അവിടെ സ്ക്രീൻ വലുതും സീറ്റിംഗ് ആൾക്കാരുടെ എണ്ണം കുറവുമായിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ വന്ന് നോക്കിയപ്പോൾ എനിക്ക് സ്ക്രീൻ ചെറുതായിട്ടൊക്കെ ഫീൽ ചെയ്തു. പക്ഷേ ഒരുപാട് ആൾക്കാർക്ക് നമുക്ക് ഇരിക്കാൻ പറ്റും. അപ്പം ഞാനിവിടെ ഇങ്ങനെ ക്യാമറയിൽ സംസാരിക്കാനൊന്നും വയ്യാതെ ഷൈ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. എന്തൊക്കെയോ കാണിച്ചു. പടം ഇപ്പം തുടങ്ങും. കല്ല് കരട് കാഞ്ഞിരക്കുറ്റി, മുള്ളു മൊരട് മുറുക്കൻ പാമ്പ്. ഇന്ന് വിഷു അല്ലേ? ഇവിടെ വിഷുക്കണിയൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഒരു കോഫി കുടിക്കാൻ വന്നതാണ്. ഇവിടുത്തെ മെയിൻ എനിക്കിഷ്ടപ്പെട്ട സംഭവമാണ് കോഫി. ഇതില്ലാതെ ഒരു പരിപാടിയില്ല. നല്ല ടേസ്റ്റ് കേട്ടോ, മെഷീൻ കോഫി. അപ്പം ഇൻ്റർവെല്ലായി കോഫിയൊക്കെ വാങ്ങിച്ച് നമുക്ക് ഞാൻ നേരെ അകത്തേക്ക് പോവാണ്. ഇനി സെക്കൻഡ് ഹാഫ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഹാഫ് എനിക്ക് അത്ര ഹാപ്പിയല്ല. ഓക്കെ എന്നുള്ള രീതിയാണ്. നോക്കാം സെക്കൻഡ് ഹാഫ് എന്താണ് സംഭവിക്കാൻ പോകുന്നത്. എന്തായാലും അടുത്ത കല്യാണം നിന്റെ അല്ലേ? ഇപ്പോഴേ സാരി നോക്കി വെച്ചോ. കാഞ്ചിപുരം അല്ലേ? ഒരു പച്ചാറ് ചോപ്പ്, ഒരു മാംഗോ പ്രിന്റ്, ഒരു ടെമ്പിൾ ഡിസൈൻ, ഇത്രയല്ലേ ഉള്ളൂ. ശരിയായി കാഞ്ചീപുരം കണ്ടിട്ടുണ്ടോ? എന്നാലൊന്ന് കണ്ടാലോ? മലയാളിക്ക് കാഞ്ചീപുരം പരിചയപ്പെടുത്തിയ കല്യാൺ സിൽക്സ്. 1 കോടിയേറെ മംഗല്യം. അങ്ങനെ പടം കഴിഞ്ഞ് ഇറങ്ങി ഗൈസ്. ഇപ്പം എന്താ ഇവിടെ ഉണ്ടായെന്നുള്ളൊരു ഫീലായിരുന്നു. മൊത്തം ഒരു വെടിയും പുകയായിരുന്നു ഗൈസ്. ഈ പടത്തിൻ്റെ റിവ്യൂ ഒറ്റ വാക്കിലൊന്നും എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ. ക്യാഷും സമയവും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി കാണാം. അല്ലാതെ ഇത് തിയേറ്ററിൽ അല്ലാതെ കാണാൻ ഒരു സുഖം ഉണ്ടാവില്ല.